നേപ്പാളിൽ ഇടക്കാല സർക്കാർ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ സജീവം. നേപ്പാളിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തെത്തുമോ എന്നതാണ് ആകാംക്ഷ. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായും സമൂഹ മാധ്യമ ചർച്ചകളിൽ നിറയുകയാണ്. പ്രക്ഷോഭങ്ങൾ കെട്ടടങ്ങിയതോടെ നേപ്പാൾ സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. രാജ്യവ്യാപക കർഫ്യൂ തുടരുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അഭിലാഷ്, സമാനതകളില്ലാത്ത ജൻസി പ്രക്ഷോഭം ലോകം കണ്ടതിൽ വെച്ച് അത്തരത്തിലൊരു വലിയ പ്രക്ഷോഭത്തിന് എന്തായാലും അയവ് വരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ജൻസികൾ തന്നെ തീരുമാനിക്കുന്നു തങ്ങളുടെ ഭരണാധികാരികളായി ആരൊക്കെ വരണം എന്നുള്ളത്. ഇപ്പോൾ 2-3 പേരുകളിലേക്ക് ചർച്ചകൾ എത്തി നിൽക്കുകയാണ്. ഏത് പേരിനാണ് മുൻതൂക്കം? അതോടൊപ്പം നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ ജൻസികൾ, ഭരണഘടനാ ഭേദഗതി അടക്കം. ആര്യ, സുശീല കർക്കിയാണ് ഈ ജൻസി കുട്ടികൾ, അതായത് അവിടുത്തെ 30 വയസ്സ് വരെയൊക്കെയുള്ള യുവാക്കൾ പറയുന്നത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കി നേപ്പാളിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി വരണമെന്നുള്ളതാണ് ഈ യുവാക്കളുടെ ആഗ്രഹം. അവർ ഒരു 5000-ഓളം പേരടങ്ങുന്ന ആൾക്കാർ ചേർന്ന് ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിട്ടാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത്. നേപ്പാളിലെ പ്രസിഡന്റായിട്ടുള്ള രാംചന്ദ്ര പൗഡേലിനോട് ഇക്കാര്യം പറയുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് പാർലമെന്റ് പിരിച്ചുവിട്ടതിന് ശേഷം സുശീല കർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയെ അവരോധിക്കണം. അതുപോലെ ഈ ഇടക്കാല പ്രധാനമന്ത്രിയാവാൻ ഇവർ ആഗ്രഹിക്കുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് കാഠ്മണ്ഡുവിൻ്റെ മേയറായിട്ടുള്ള ബാലേന്ദ്ര ഷായാണ്. അദ്ദേഹവും ഇതുപോലെ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയാവാൻ കഴിവുള്ള ആളാണ് എന്നാണ് ഈ കുട്ടികൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഇപ്പോഴത്തെ നേപ്പാളിൻ്റെ ഭരണത്തിൽ വലിയ രീതിയിലുള്ള അഴിമതി ഈ കുട്ടികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇവർക്ക് അഴിമതി ഇല്ലാത്തൊരു ഭരണമാണ് ആവശ്യം. ഇവർക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കണം. അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം കൃത്യമായി അവർക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടെയും പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി രാജ്യത്ത് വേണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് ഈ ജൻസി യുവാക്കൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടക്കാല പ്രധാനമന്ത്രി ആരാവണം എന്നുള്ള കാര്യത്തിൽ ഇവരുടെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇതല്ലാതെ മറ്റൊരു ആവശ്യവും അംഗീകരിക്കില്ല, ഇതല്ലാതെ മറ്റൊരു നിർദ്ദേശവും അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഈ ജൻസി സമരക്കാർ പറയുന്നത്. അതുപോലെ ഹമി നേപ്പാൾ എന്ന് പറയുന്ന സംഘടന പറയുന്നത് ഇത്തരത്തിൽ ഒരു സമരത്തിന് അവർ മുൻകൈ എടുത്തിരുന്നു. പക്ഷേ ഈ സമരം ഒരു കലാപമായി മാറിയതിൽ അവർക്ക് പങ്കില്ല. ഇതൊരു ഹൈജാക്ക് ചെയ്ത സമരമായിരുന്നു എന്നായിരുന്നു. എന്തായാലും ഇത്രയും പെട്ടെന്ന് അവർ വിചാരിക്കുന്നതിനേക്കാൾ വേഗം അവിടുത്തെ സർക്കാർ രാജിവെച്ച് പുറത്തു പോയതിൽ ഇനിയിപ്പോൾ അടുത്തെന്ത് എന്നുള്ളത്, അല്ലെങ്കിൽ നേപ്പാളിൻ്റെ ഭാവി എന്ത് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണ് വരുന്നത്. കാരണം ഇത്തരത്തിൽ വളരെ പെട്ടെന്നാണ് നേപ്പാളിലെ പ്രധാനമന്ത്രി അടക്കം രാജിവെച്ച് ആ സർക്കാർ താഴെ വീണത്. ഇനി ഒരു അരാഷ്ട്രീയമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ രാജ്യത്ത് നിലവിലുള്ളത്. അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിൻ്റെ ഭാവി എന്താകുമെന്നുള്ള ഒരു കാര്യത്തിൽ വലിയ ആശങ്ക നേപ്പാളിലുള്ളവർക്കും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രങ്ങൾക്കുമൊക്കെ ഉണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് ഒരു നിർണായകമായൊരു തീരുമാനം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. അതിൽ പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനമായിരിക്കും ഏറെ നിർണായകം. അവർ ഈ ജൻസി കുട്ടികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ അതോ മറ്റേതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയുള്ളൂ. മാത്രമല്ല 2008 നേപ്പാൾ രാജഭരണത്തിൽ നിന്ന് മുക്തമായി ജനാധിപത്യത്തിലേക്ക് എത്തിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും രാജ്യം ഒരു രാജഭരണത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയാണ് അറിയേണ്ടത്. കാരണം ഒരു രാജഭരണമൊക്കെ ഇനിയിപ്പോൾ ഈ ഇടക്കാല പ്രധാനമന്ത്രിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രി എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നുള്ളത് ഇനി ഒരു രാജഭരണമാണോ അതോ ജനാധിപത്യ രീതിയിൽ വോട്ടിട്ട് തീരുമാനിക്കുമോ? ഒരു മീറ്റിംഗും കൂടിയാലോചനകളും ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നല്ലോ. സൂം പ്ലാറ്റ്ഫോമിലൂടെയാണ് അവരുടെ ഒരു മീറ്റിംഗ് നടന്നത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ജൻസി വിഭാഗത്തിന് അഭിലാഷ് ഒരു രാജഭരണം തിരികെ വരണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ടോ? ആര്യ, ഈ ഇപ്പോഴത്തെ കുട്ടികൾ സമരം ചെയ്ത കാര്യം തന്നെ നമുക്ക് നോക്കാം. സോഷ്യൽ മീഡിയ, അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ, എക്സ്, അതുപോലെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള ആപ്പുകളെ താത്കാലികമായി നിരോധിച്ചതിൻ്റെ പേരിലാണ് ഇവർ അതായിരുന്നു ഇവരുടെ പ്രൈം കോസ് എന്ന് പറയുന്നത്, ഈ ഒരു സമരവുമായി ഇറങ്ങാൻ. പിന്നീടാണ് അതിന് പിന്നാലെയാണ് അവർ അതിൻ്റെ ബാക്കി എന്നോണമാണ് പറയുന്നത് രാജ്യത്ത് അഴിമതിയുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, രാഷ്ട്രീയക്കാരുടെ മക്കൾ ഇവരുടെ നികുതി പണം കൊണ്ടാണ് വളരുന്നത്, എന്നുള്ള തരത്തിലുള്ള, അതായത് ഇവരുടെ പ്രൈം കോസ്, അതായത് പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഒരു നിരീക്ഷണം വരുന്നത് ഈ സമരക്കാരെല്ലാം അപൊളിറ്റിക്കലാണ്, അരാഷ്ട്രീയവാദികളാണ് എന്നുള്ളതാണ്. അവർക്ക് രാജ്യത്ത് ജനാധിപത്യം പുലരുന്നതോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിലൊന്നും വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ അവരുടെ സോഷ്യൽ മീഡിയ, അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അതിനെതിരെ അവർ സമരം ചെയ്തു. ആ സമരം അവർ പോലും അറിയാതെ ഒരു വലിയ കലാപമായിട്ട് മാറുകയും ചെയ്തു.
അതുകൊണ്ട് തന്നെയാണ് ഒരു ജനാധിപത്യ വിശ്വാസമുള്ള ആരും പാർലമെന്റ് മന്ദിരത്തെ അംഗീകരിക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. പാർലമെന്റ് മന്ദിരത്തെ അടക്കം സുപ്രീം കോടതി അടക്കം നശിപ്പിച്ച് മുഴുവൻ തീയിട്ട് നശിപ്പിച്ച ഒരു കൂട്ടമായിരുന്നു അവർ. അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി രാജ്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏത് തരത്തിൽ ചെന്ന് അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ട്. എന്തായാലും ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി, മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സുശീല കർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കി കൊണ്ടുവരണമെന്നുള്ളതാണ് ഇവരുടെ നിലപാട്. പക്ഷേ ആ ഒരു ആവശ്യത്തെ രാജ്യം എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ നേപ്പാൾ കാഠ്മണ്ഡു ഇപ്പോൾ ശാന്തമാണ്, വലിയ ആക്രമണങ്ങളൊന്നുമില്ല. പക്ഷേ അവർ നടത്തിയ 2 ദിവസം കൊണ്ട് അവർ നടത്തിയ ആക്രമണത്തിൻ്റെ ബാക്കി പത്രം ഇപ്പോഴും അവശേഷിക്കുന്നു. കാരണം പ്രധാനപ്പെട്ട എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ കത്തി നശിച്ച നിലയിലാണ്. അതിൽ പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് കത്തി നശിച്ചു എന്നുള്ളതാണ്. അതിനൊക്കെ ഇനി വീണ്ടെടുക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടിവരും. ഈ സാഹചര്യത്തിലാണ് ഒരു ഇടക്കാല പ്രധാനമന്ത്രിയെ അവർ തന്നെ ഈ രാജ്യത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയ ഈ ജൻസികൾ തന്നെ പുതിയൊരു പ്രധാനമന്ത്രി ഇന്ന ആളാവണം, ഇടക്കാല പ്രധാനമന്ത്രി സുശീല കർക്കിയായിട്ട് വരണം എന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ, അദ്ദേഹവും ഇടക്കാല പ്രധാനമന്ത്രിയാവാൻ അല്ലെങ്കിൽ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തനാണ് എന്നുള്ളതാണ് ഈ കുട്ടികളുടെ ആവശ്യം. പക്ഷേ അതിന് പ്രസിഡന്റ് വഴങ്ങുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും നേപ്പാളിൻ്റെ ഭാവിയിൽ വലിയൊരു ആശങ്ക തന്നെയുണ്ട്. കാരണം ഇനി രാജഭരണമായിരിക്കുമോ അതോ ജനാധിപത്യപരമായ രീതിയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലൂടെ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് വിവരങ്ങൾ ലഭിക്കുക. ആര്യ, തീർച്ചയായും അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും നമ്മുടെ അയൽ രാജ്യത്ത് ഇത്തരത്തിൽ ഉണ്ടായ വലിയ കലാപം അത് കെട്ടടങ്ങി ശാന്തമായി എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. പക്ഷേ ഭാവിയെ സംബന്ധിച്ച്, നേപ്പാളിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. ഇടക്കാല സർക്കാർ എപ്പോഴത്തേക്ക് രൂപം കൊള്ളും, അധികാരത്തിലേറും, അധികാരത്തിൻ്റെ തലപ്പത്താരെത്തും എന്നൊക്കെയുള്ള വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്.